ഹലോ, ഇത് എൻ്റെ വീട്ടിലെ പെരുന്നാളാണ് കേട്ടോ. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ മഞ്ഞപ്രയിലെ മാതാവിൻ്റെ പെരുന്നാളാണ് കേട്ടോ. നമ്മൾ ഒത്തിരി ആഘോഷിക്കുന്ന പെരുന്നാളാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കാര്യം കെട്ടിച്ചു വിട്ടതാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് അല്ലേ. ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് വോയിസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒരു രസമായിട്ട് ഇരുന്നോട്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നൈറ്റിലെ പ്രദർശനത്തിൻ്റെയാണ്. വെടിക്കെട്ടും ചെണ്ടമേളവും എല്ലാം കൂടെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള പെരുന്നാളാണ് കേട്ടോ. ഒത്തിരി പെട്ടിക്കടക്കാർ, അങ്ങനെ ഒത്തിരി ആളുകൾ, ഐസ്ക്രീം കടക്കാർ, അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ നല്ല വെയിലായതുകൊണ്ട് കുറച്ച് ആളുകൾ പള്ളിക്കകത്ത് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ കുറച്ച് ദൂരം പോയായിരുന്നു പെരുന്നാളിന്. ഒത്തിരി ദൂരം കറങ്ങി വരാനൊക്കെ ഉണ്ട് കേട്ടോ പെരുന്നാൾ പ്രദർശനം. പ്രദർശനം ഇറങ്ങുന്ന ടൈമിലെ വ്യൂ ആണ് കേട്ടോ ഇത്. ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഞാൻ 1ാം ക്ലാസ് തുടങ്ങി ഒരു 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂള്, അവിടേക്ക് പോയ വഴികൾ, അതൊക്കെയാണ് കേട്ടോ ഇപ്പം കാണുന്നത്. ഇതെൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഭയങ്കര ജോളിയായിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര നല്ല അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, പോയിക്കോ, എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പിന്നെ റോഡ്, വീട്ടിൽ നിന്നുള്ള റോഡാണ്, വീട്ടിൽ നിന്നുള്ള സ്കൂളിലേക്കുള്ള റോഡാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫ്രണ്ടിലൂടെയുള്ള റോഡാണ് കേട്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ എപ്പോൾ കാണാൻ പറ്റുമെന്ന്. ഈ കാണുന്ന വഴികളൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വഴികളുണ്ട്. ഏതാണ്ട് ഒരു 1ാം ക്ലാസ് മുതലേ ഞാൻ സ്കൂളിൽ പോയിരുന്നൊന്നും അവിടെ തുടങ്ങി തന്നെയാണ്. ഇന്നത്തെ കുട്ടികൾ, എൻ്റെ മോനായി പോലും ഞാൻ ഒറ്റയ്ക്ക് ഇടാറില്ല കേട്ടോ. പക്ഷെ അന്ന് ഒത്തിരി ദൂരം കിട്ടും നമ്മൾ നടന്നു തന്നെ പോയിക്കൊണ്ടിരുന്നു. ഇന്നത്തെ കാലഘട്ടം എന്നുള്ള വ്യത്യാസമാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നു കേട്ടോ ഈ സ്ഥലത്തിനൊക്കെ. ഇവിടെ നിന്നിരുന്ന മാവ്, തേക്ക്, പ്ലാവ്, പുളിമരം, അങ്ങനെ എല്ലാ സാധനങ്ങളും പോയി എല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞു. ഈ ഭാഗമുള്ള ഞങ്ങളുടെ വീട്ടിലുള്ള ഈ മാവാണ്. ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള ഒരു സംഭവം ഉണ്ടത്. മാവും പ്ലാവും ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ അൽത്താര. ഇതാണ് ഞാനും എൻ്റെ അനിയത്തിയും. തലേ ദിവസം രാത്രിയിലത്തെ ഡ്രസ്സായിരുന്നു കേട്ടോ അത്. ഇത് പിറ്റേ ദിവസത്തെയാണ്. അപ്പോൾ ഇത് തലേ ദിവസത്തെയാണ് കേട്ടോ. ഇത് ഞാനും അലനും കൂടെ പ്രദർശനത്തിന് പോയപ്പോൾ എടുത്തതാണ്. ഇത് ഞാനും അനിയത്തിയും കൂടെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു.